ശ്രീ ഷാബു പ്രസാദ്, ഈ വിഷയം വലിയ വിവാദമാവുകയാണ്. ഒരിക്കൽ തെറ്റ് സമ്മതിച്ച് റെയിൽവേ പിൻവലിച്ച ഗണഗീതമാണ് സ്കൂൾ ഗാനം എന്ന രീതിയിൽ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ? KSRTCയിൽ വിപ്ലവ ഗാനമിട്ട് യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ, സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? രേണുക, എന്തായാലും ഒരു കാര്യത്തില് എനിക്ക് ഈ മാധ്യമങ്ങളോടും ഇവിടെ ഈ വിവാദം ഉണ്ടാക്കിയവരോടും ഈ ബഹളം വെച്ചവരോടും ഒക്കെ വലിയ നന്ദിയുണ്ട്. സത്യത്തിൽ സംഘപരിവാറിന് മുഴുവനും ആ നന്ദി രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ നന്ദുവിനും ഒരു എതിരഭിപ്രായം ഉണ്ടാവും തോന്നില്ല. കാരണം ഇത്ര മനോഹരമായ ഒരു ദേശഭക്തി ഗാനം ഇത്രയും പോപ്പുലർ ആക്കിയതിന് തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും ഞാൻ അത് അക്കാര്യത്തിൽ അവരുടെ റോള് വളരെ വലുതാണ്. ഇന്ന് കേരളം മുഴുവനും ഏറ്റവും അധികം ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പരമപവിത്രമിതാമീ മണ്ണിൽ രഹസ്യമോ പരസ്യമോ ഒന്നുമല്ല. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ആ കുട്ടികളോട് ഒരു പാട്ട് പാടാൻ സരസ്വതി വിദ്യാനികേതന്റെ കുട്ടികളാണ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കുക 20 സ്കൂളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ 20 സ്കൂളുകളിൽ ഒന്നാണ് സരസ്വതി വിദ്യാനികേതൻ എളമക്കരയിൽ. അവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് സ്കൂൾസ് ആണ് ഹയർ സെക്കൻഡറി സരസ്വതി വിദ്യാനികേതൻ. അവിടെ ആ കുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ റിഫ്ലക്സ് പോലെ വന്നതാണ്, അവരുടെ രക്തത്തിലുള്ളതാണിത്. എന്താ വേറെ ശബ്ദം കേൾക്കുന്നു കേട്ടോ. ഒരു റിഫ്ലക്സ് പോലെ വന്നതാണ് രേണുക. കാര്യം അവരുടെ ബ്ലഡിൽ അതുണ്ട്. ഈ മണ്ണ് പരമ പവിത്രമാണെന്നും ഈ നാട്ടിലെ ഓരോ മഹാപുരുഷന്മാരും നമ്മളുടെ ജീവവായുവാണെന്നും ഈ രീതിയിൽ അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതുമുള്ള ഒരു വികാരം ആ കുട്ടികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ ഇതുപോലും ചെയ്യാതെ അവർക്കത് പാടാൻ കഴിയുന്നത്. ഇപ്പൊ ഇന്ന് ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് DYFI അവിടേക്ക് ഒരു പ്രകടനം നടത്തിയല്ലോ. അവിടെ നിന്ന് അവരെ തുണ്ടുകടലാസം നോക്കി തെറ്റായിട്ടാണ് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഹമാര. അവരെ കൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാര എന്നും പാടിക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇതവർക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല. റിഫ്ലക്സ് ആക്ഷനാണ്. അതങ്ങ് തനിയെ വരികയാണ്. അതുകൊണ്ട് പിന്നെ നന്ദുവിനോട് ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ ഉത്തരം പറയും. 100% ഇത് RSSന്റെ ഗണഗീതമാണെന്നേ. RSSന്റെ ഗണഗീതമാണ് എന്നുള്ളത് കൊണ്ട് ഇത് ഇത്രയധികം വെറുക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ദയനീയമായിട്ട് തോന്നുള്ളൂ. ഇനി നോക്കൂ, RSSന്റെ യൂണിഫോം എന്ന് പറയുന്നത് ഗണവേഷം, അത് ഗണഗീതം. ഗണവേഷം എന്ന് പറയുന്നത് വെള്ള ഷർട്ടും കാക്കി പാൻറ്റുമാണ്. നാളെ ഒരുത്തൻ ഇവിടെ വെള്ള ഷർട്ടും കാക്കി പാൻറ്റും ഇട്ടുകൊണ്ട് നടന്നാൽ RSSന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമോ നിങ്ങൾ? RSS അത് ഗണഗീതമാക്കി എടുത്തിരിക്കുന്നു. ആരാണ് എഴുതിയതെന്ന് പോലും അറിയില്ല കേട്ടോ. ഏതോ അജ്ഞാതനായ ഒരു കവി എഴുതിയ വളരെ RSS അത് ഗണഗീതമാക്കിയതിനോ അവർക്ക് പാടാനും ചൊല്ലാനും പറ്റുന്ന ഇടങ്ങളിലൊക്കെ ചൊല്ലിക്കുന്നതിനോ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നതിനോ പോലും നമ്മൾ കുറ്റം പറഞ്ഞില്ലല്ലോ. ഇതൊരു ഔദ്യോഗിക ചടങ്ങാണ് അവിടെ നടന്നത്. ആ ചടങ്ങിൽ അത് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നു. അത് ആസൂത്രിതമാണോ? അതിനുശേഷം അത് തന്നെ റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നു. അത് ദേശഭക്തി ഗാനമാക്കി മാറ്റി പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വിവാദം വന്നു, അത് പിൻവലിച്ചു. ഒരു വിധത്തിൽ വിവാദം അടങ്ങിയെന്ന് തോന്നുമ്പോൾ വീണ്ടും അത് ചർച്ചയാക്കുകയാണ്. താങ്കൾ തന്നെ പറയുന്നു എല്ലാവരെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കുന്നത് എന്തോ മേന്മയാണെന്ന്. അപ്പോൾ ആസൂത്രിതമായി നടത്തിയെടുത്തതാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഇനി പറയട്ടെ. ഇത് ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായിട്ടല്ല കുട്ടികൾ പാടി. ഒരു സെലിബ്രേഷനാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു വികസനം തന്നെ. അല്ലാതെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റേജിലല്ല പാടി. എനിക്കറിയാം, ട്രെയിനിലാണ് പാടിയതെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്നാണല്ലോ ഞാൻ പറയുന്നത് കേൾക്കും. അപ്പം ഒരു സെലിബ്രേഷന്റെ ഭാഗമായി അടിച്ചു പൊളിച്ചു വലിയ ഇതായിട്ട് പോകുന്ന സമയത്ത് കുട്ടികളും മുതിർന്നവരൊക്കെ ആടിപ്പാടി പോകും. ആ ട്രെയിനിൽ ഉടനീളം അതുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും കേരളത്തിലെ ഓടിയ വന്ദേ ഭാരതിലെ ഇതേപോലെ ഇതേ ഗീതം പാടിയിട്ടുണ്ട്. ആ ആടിപ്പാടി പോകുന്ന കൂട്ടത്തിൽ അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവർ പാട്ട് പാടി. ബൈ ബർത്ത് അവരുടെ ബ്ലഡിലുള്ള അലിഞ്ഞു ചേർന്ന ഒരു വികാരം ഈ പാട്ടായിട്ട് അവർ പുറത്തു വന്നു. പാട്ട് പാടിയതിലും അല്ലല്ലോ ഷാബു. നമ്മൾ നോക്കൂ, ഏതാണ്ട് 20 മിനിറ്റ് പിന്നിടുകയാണ്. പാട്ട് പാടിയതിലല്ലോ. അതിന്റെ റെയിൽവേ എന്ന പൊതുമേഖലാ സ്ഥാപനം അതൊരു ദേശഭക്തി ഗാനമാക്കി അത് അവതരിപ്പിച്ചതിലല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് ഓരോ സാധാരണക്കാരന്റെയും നികുതി പണം ഉപയോഗിച്ചുള്ളതാണല്ലോ.
അങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം പാടിക്കുകയാണ്. അത് അവിടെ പാടി, കുട്ടികൾ സ്വമേധയാ പാടിയതെങ്കിൽ പാടി, അത് അവസാനിച്ചു. അത് അങ്ങനെയല്ല, അത് ദേശഭക്തി ഗാനമാക്കി റെയിൽവേ പോസ്റ്റ് ചെയ്യുകയാണ്. ഔദ്യോഗിക ആദ്യം മനസ്സിലാക്കി, നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കേണ്ട. അത് ഔദ്യോഗിക ചടങ്ങല്ല. ഇനി 2, ദേശഭക്തി ഗാനമാക്കി റെയിൽവേ ഒഴിഞ്ഞു. ദേശഭക്തി ഗാനം ആക്കാനൊന്നുമില്ല, അത് ദേശഭക്തി ഗാനമാണ്. ഇനി എന്നാൽ പിന്നെ എന്തിനാണ് രണ്ടാമത് സ്കൂൾ ഗാനം എന്ന് തിരുത്തി പോസ്റ്റ് ചെയ്യേണ്ടത്? പറയുന്ന കേക്കൂ. അവിടെ അങ്ങനെ ഈ ഒരു വലിയ ഉദ്ഘാടന യാത്രയിലെ നടക്കുന്ന പ്രധാന സംഭവങ്ങള് അട്രാക്റ്റീവായിട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ഒരു പരസ്യത്തിന്റെ ഭാഗമായി, ഒരു പ്രൊമോഷന്റെ ഭാഗമായി റെയിൽവേ അത് അവതരിപ്പിച്ചു. അത് RSSന്റെ പ്രൊമോഷൻ ആണോ എന്നത് തന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യം. അങ്ങനെ രഹസ്യമായി കടത്തിവിടുകയാണോ എന്നത് തന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം രാഷ്ട്രീയ വിയോജിപ്പ് അതിനോട് ഉയരുന്നതും. ശ്രീ ജെയ്സി തോമസ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജെയ്ക്ക്, നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. സ്കൂൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ രേണുക, ഒറ്റ മിനിറ്റ്. ഇതിപ്പം RSSന്റെ ഗണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദം ഉണ്ടാക്കി ഈ RSSനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ കടന്നു പോകുമായിരുന്ന ഒരു കാര്യമാണ്. ആരും അറിയാതെ കടന്നു പോയിട്ടാണല്ലോ ശതാബ്ദി ആഘോഷത്തിൽ ഈ വിധത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഘടനയായുള്ള വളർച്ച, ആ വളർച്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ രഹസ്യ അജണ്ടകളിലൂടെ തന്നെയാണ് വളർന്നത്. അത് നിങ്ങൾ തുടരും. അതിന് ഞങ്ങളുടെ ഭരണവും ഞങ്ങൾ ഉപയോഗിക്കും, ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കും, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും, കുട്ടികളെ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. അത് തന്നെയാണ്, ആ ചോദ്യം ചെയ്യലാണ് ഇവിടെ ഉയരുന്നത്. അതാണ് ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പാണ് ഇവിടെ ഉയരുന്നത്. ഷാബു, അത് നിങ്ങൾ അംഗീകരിക്കുക. ആ ചെറുത്തുനിൽപ്പാണ് ഇവിടെ ഉയരുന്നത്, അത് അംഗീകരിക്കുക. ശ്രീ ജയിക്ക്, താങ്കൾക്ക് കേൾക്കാമോ? നിങ്ങൾ അംഗീകരിക്കുന്നില്ലയോ എന്നുള്ളത് ശരി, ഞാൻ വരാം, തിരിച്ചു വരാം. ഷാബു, ശ്രീ ജയിക്ക്, ആരും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല ഈ എതിർപ്പുകളെ എന്നതാണ് ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. വലത് നിരീക്ഷകൻ എന്ന് വെച്ചാൽ ഈ